In this video, we are going to discuss about rotating disk, analysis of stress in a rotating disk. അപ്പോൾ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു ഇസഡ് എന്ന് പറയുന്ന ആക്സിസിനെ എബോട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ഓഫ് ഒമേഗ. അങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു ബോഡിയിൽ ഒരു സ്ട്രെസ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ F = mr ഒമേഗ സ്ക്വയർ, where m is the mass, r is the radius and omega is the angular speed. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ ഡിസ്കിലെ ഓരോ പാർട്ടിക്കിളിനെയും റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ പുഷ് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ട് മെറ്റീരിയൽ അതിനെ റെസിസ്റ്റ് ചെയ്യും, അവിടെ ഒരു സ്ട്രെസ്സ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പം ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു ക്രിട്ടിക്കൽ ലിമിറ്റിന് ബിയോണ്ടായിട്ട് ഈ സ്പീഡ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? ഫെയിലായി പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ഇനിയും നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അസംഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ അസംഷനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദി റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സസ് ഡു നോട്ട് വേരി ഓവർ ദി തിക്നെസ്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഡിസ്കിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് വിത്ത് ദി റേഡിയസ് വളരെ സ്മോളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇസഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്പോണൻസ്, സ്ട്രെസ് കമ്പോണൻസിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? 0 ആയിട്ടായിരിക്കും കൺസിഡർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സസ് എന്ത് ചെയ്യാൻ പാടില്ല? അക്രോസ് ദി തിക്നെസ് എന്ത് ചെയ്യാൻ പാടില്ല? വേരി ചെയ്യാൻ പാടില്ല. തിക്നെസ്സിന് അക്രോസ് ആയിട്ട് വേരി ചെയ്യാൻ പാടില്ല. റേഡിയൽ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ അത് വേരി ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദി റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RZ പ്ലെയിൻ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ്. അപ്പം ഈ ഒരു ഡിസ്കിനെ ഇതിൻ്റെ ഹാഫ് വെച്ചിട്ട് നമ്മളിതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാങ്കുലർ സെക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്തില്ല? ചേഞ്ച് ചെയ്തില്ല. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തില്ല. കാരണം ഇസഡ് ഡയറക്ഷനിൽ ഒരു ആംഗുലറായിട്ടൊരു ഡീഫോർമേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഷിയർ സ്ട്രെസ് ഇൻ ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ZR എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ഒരു ഷിയർ സ്ട്രെസ് അവിടെ ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ ഒരു ഷേപ്പിന്, ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷനിൽ നമ്മൾ കാണുന്ന റെക്ടാങ്കുലർ ഷേപ്പിന് ചേഞ്ച് വരത്തുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ബോഡി ഫോഴ്സ് ഹാസ് റേഡിയൽ ഔട്ട്വേർഡ് ഡയറക്ഷൻ. കാരണം എന്ന് പറയുന്നത് ബോഡി ഫോഴ്സ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോഡി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അതുപോലെ ബോഡി ഫോഴ്സ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? mr ഒമേഗ സ്ക്വയറിന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? r ഒമേഗ സ്ക്വയർ. കാരണം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്, അറിയാം അല്ലേ. പെർ യൂണിറ്റ് വോളിയത്തിൽ അപ്പം മാസിന് വരെ നമുക്ക് എന്തായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡെൻസിറ്റി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു r ഒമേഗ സ്ക്വയർ. ഓക്കെ, പിന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, കാരണം ഇവിടെ ലോഡിംഗ് എന്ന് പറയുന്നത് റൊട്ടേഷൻ്റെ കേസിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് ഉണ്ടാകുന്നത്. ആ ലോഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം സിമെട്രിക് അപ്പോൾ ഇസഡ് ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ പോളാറിൻ്റെ കണ്ടീഷനിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ആക്സിസ് സിമെട്രിക് പ്രോബ്ലം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കാരണം ലോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിസ് സിമെട്രിക് ലോഡിംഗ് ആണ് ഈ ഒരു കേസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആക്സിസ് സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിനെ ഒരു ആക്സിസ് സിമെട്രിക് പ്രോബ്ലം ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ.